ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ മത്തി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു മത്തി ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മത്തിയിലാണ് കേട്ടോ ഞാൻ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെയ്യണം. അതിനുശേഷം നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുള്ള ഈ ഒരു മത്തിയിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ തന്നെയാണ് ഉപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കൂടുതൽ മസാലപ്പൊടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഈ ഒരു ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയുടെ പാൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോഴാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമ്മൾ മത്തിയിൽ ഉപ്പ് ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ തേങ്ങാപ്പാലിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വറ്റിപ്പോകുന്ന സമയത്ത് ഉപ്പ് ഇത്തിരി മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് തേങ്ങാപ്പാലിൽ ഉപ്പിട്ട് കൊടുക്കാതെയാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു ടൈമിലേക്ക് നമുക്കിതിലേക്ക് മത്തിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വറ്റിപ്പോവുകയും ചെയ്യും. നമ്മുടെ മീനൊന്നും വെന്ത് കിട്ടുകയില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ടൈം എടുത്തിട്ട് തന്നെ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഈ ഒരു പാകത്തിലേക്കായിട്ട് മാറും. അപ്പോൾ നമുക്ക് ഈ ഒരു മീൻ തിരിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു സൈഡും കൂടെ നമുക്ക് ഒരു 10 മിനിറ്റോളം തന്നെ കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുമ്പോൾ. എപ്പോഴും ഒരേ രീതിയിലൊക്കെ ഫ്രൈ ചെയ്തതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ഫിഷ് ഫ്രൈ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ മീൻ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കിടന്നിട്ട് ഒരു 10 മിനിറ്റോളം നമ്മുടെ മീൻ ഫ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ മതിയാവും കേട്ടോ. മത്തി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫ്രൈ ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്